പക്ഷേ ഇന്ത്യക്കെതിരെയുള്ള പ്രതികാര നടപടി അവസാനിപ്പിക്കാൻ അമേരിക്ക വെക്കുന്ന വ്യവസ്ഥകൾ മൂന്നാണ്. ഒന്ന്, റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തണം. 2, ഇന്ത്യൻ വിപണി അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു നൽകണം. 3, ബ്രിക്സ് കൂട്ടായ്മയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ഇന്ത്യ അത് നിലകൊള്ളുന്നത് പൂർണ്ണമായിട്ടും മാറണം. ബ്രിക്സ് കൂട്ടായ്മയിൽ ഇന്ത്യ ഭാഗമാകാൻ പാടില്ല. ഈ ബ്രിക്സ് കൂട്ടായ്മ തന്നെ ഈ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ബദൽ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളൊരു ചർച്ച വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്ന കൂട്ടായ്മയാണ് ബ്രിക്സ്. പക്ഷേ ആ കൂട്ടായ്മയിൽ ഇന്ത്യ സജീവമായി ഇടപെടുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ ബ്രിക്സ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നിലപാടുകൾ വ്യക്തമാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും പ്രേമൻ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ അമേരിക്ക ഇന്ത്യക്ക് വെച്ച ഏറ്റവും ഒടുവിലത്തെ ഭീഷണി ഈ അവരുടെ വ്യാപാര തിട്ടൂരത്തിന് വഴങ്ങാൻ വേണ്ടി ഉത്തരവിട്ട കൂട്ടത്തിൽ ഒന്ന്, റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കുറച്ചു കൊണ്ടുവരണം, പിന്നീട് സമ്പൂർണ്ണമായിട്ട് നിർത്തണം. രണ്ടാമത്തെ കാര്യം, ബ്രിക്സിനെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ബ്രിക്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന്, ആ വെല്ലുവിളിക്ക് ഇന്ത്യ നൽകുന്ന മറുപടി എന്താണ് എന്ന് ഇന്നലത്തെ മീറ്റിങ്ങിൽ വളരെ കൃത്യമായി നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്നലത്തെ മീറ്റിങ്ങിൽ യഥാർത്ഥത്തിൽ വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു അത്. നമുക്കറിയാവുന്ന പോലെ ബ്രിക്സിൻ്റെ ചെയർമാൻ ഇദ്ദേഹമല്ലോ നമ്മുടെ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുലാ ഡിസിൽവ ആണ്. ലുലാ ഡിസിൽവ അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ബ്രിക്സ് ആയതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് പുച്ചിൻ ഉൾപ്പെടെയുള്ളവർ ആ മീറ്റിങ്ങിൽ ഓൺലൈനിൽ പങ്കെടുത്തു. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹം ഇന്നലെ അസൗകര്യം കൊണ്ട് അദ്ദേഹം വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായിട്ട്, ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഈ യോഗത്തിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൻ്റെ സൗഭാഗ്യമായി കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ലോക നേതാക്കളെ, ഈ 5 രാജ്യങ്ങളുടെയും നേതാക്കളെ വണങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന ഒരു തിട്ടൂരമുണ്ട്. അത് അമേരിക്കൻ വെല്ലുവിളിയാണ്, അതൊരു വലിയ ഭീഷണിയാണ്. ബ്രിക്സിനെ അവോയ്ഡ് ചെയ്യണം, ബ്രിക്സിൽ നിന്ന് വിട്ടുപോരണം എന്ന വാദത്തെ ഇന്ത്യ ഈ മീറ്റിങ്ങിൽ ആദ്യമേ തന്നെ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ തള്ളിക്കളയുന്നു. എന്തുകൊണ്ട് ബ്രിക്സ് വേണമെന്ന് ഇന്ത്യ വാദിക്കുന്നു, അതിൻ്റെ കാരണങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് മുഴുവനും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബ്രിക്സ് ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിലെ രാജ്യങ്ങളെ ആഗോള കൂട്ടായ്മയുടെ ഭാഗമാക്കി നിർത്തിയിരുന്ന സംവിധാനങ്ങളൊക്കെ സമീപകാലത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലോകരാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് നിന്ന കൂട്ടായ്മകളൊക്കെ പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ എന്തുമാത്രം പരാജയപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം എണ്ണി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ ലോകം സമീപകാലത്ത് നേരിട്ട വെല്ലുവിളികളിലൊക്കെ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു, ഉക്രൈനിൽ യുദ്ധമുണ്ടായി, ഇപ്പോഴും തുടരുന്നു, എന്ത് ചെയ്യാൻ പറ്റി? അദ്ദേഹം ചോദിക്കുന്നത്, ഈ ലോകക്രമം എന്ന് പറഞ്ഞാൽ UN ഐക്യരാഷ്ട്ര സംഘടന, UN സെക്യൂരിറ്റി കൗൺസിൽ, അതുപോലെ തന്നെ G5 ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതുപോലെ ഈ നാറ്റോ സഖ്യം, ഇങ്ങനെയുള്ള സഖ്യങ്ങളൊക്കെ ലോകത്തിൻ്റെ ഈ ദുരന്തങ്ങൾക്ക് മുമ്പിൽ, ഭീഷണിക്ക് മുമ്പിൽ എന്ത് ചെയ്തു? കോവിഡ് കാലത്ത് എന്ത് ചെയ്തു? അതിൻ്റെ ദുരന്തബാധിതർക്ക് വേണ്ടി ഈ സംഘങ്ങൾ, ഈ കൂട്ടായ്മകൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധത്തിൽ, ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും തുടരുന്നു. വ്യാപാര കരാറിൻ്റെ പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ ഭീഷണി നേരിട്ടപ്പോൾ എവിടെ പോയിരിക്കുന്നു ഈ ലോക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകൾ? അദ്ദേഹം വളരെ എണ്ണിയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഇത്തരം പ്രതിസന്ധികളിലൊക്കെ തന്നെ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള വിപത്തുകൾ, ഈ വിപത്തുകളിലൊക്കെ നിലവിലുള്ള സംവിധാനം എന്ത് ചെയ്തു? പക്ഷേ ഞങ്ങൾക്ക് ഉത്തരമുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ നിലവിലുള്ള ഈ സംവിധാനങ്ങളൊക്കെ, ഈ വ്യവസ്ഥാപിത സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ വളരെ ഏറെ നേട്ടങ്ങൾ ആ മേഖലയിൽ ബ്രിക്സിന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യക്ക് യാതൊരു സംശയവുമില്ലാതെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നിലവിലുള്ള സംവിധാനങ്ങളും ബ്രിക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഏതെങ്കിലും വൻകിട രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്ന സംവിധാനങ്ങളാണ്. എന്നാൽ ബ്രിക്സിൻ്റെ പോളിസി തന്നെ ലോകത്തിലെ ദുർബല രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അംഗരാജ്യങ്ങളെയും സുരക്ഷിതമാക്കുകയാണ്, സ്വയം പര്യാപ്തമാക്കുകയാണ്. സ്വയം പര്യാപ്തമാക്കാൻ 3 കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഓരോ രാജ്യവും സ്വയം പ്രതിരോധ ശേഷി ആർജിക്കുക. മറ്റവൻ നമ്മളെ ആക്രമിക്കും എന്ന് പേടിച്ചിട്ട് മറ്റു രാജ്യങ്ങളോട് അന്ധമായി ഒട്ടി നിൽക്കുകയല്ലാതെ സ്വയം പ്രതിരോധ ശേഷി ആർജിക്കുക. 2, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. 3, ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും, ആ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റ് സ്വയം കണ്ടെത്തുക. ഈ 3 പ്രഖ്യാപിതമായ മാർഗത്തിലൂടെയാണ് തീർച്ചയായിട്ടും ഈ
ബ്രിക്സ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ബ്രിക്സ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ സ്വയം പര്യാപ്തതയാണ്. 2, രാജ്യങ്ങളെ ഈ സ്വയം പര്യാപ്തമാക്കുന്നതിന് പകരം ആക്കാനുള്ള നടപടികൾ ഒന്നൊന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ദുർബലന്മാരെ ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. ഇന്നലത്തെ ജയശങ്കർ പറഞ്ഞൊരു കാര്യം, ദക്ഷിണാർദ്ധഗോളം ഉണ്ടല്ലോ, നമ്മുടെ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഭൂലോകത്തെ രാജ്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ ഇപ്പോഴും ഈ ലോകത്തിലെ വൻകിട രാജ്യങ്ങളുടെ കണ്ണെത്താത്ത രാജ്യങ്ങളുണ്ട്. കാരണം അവിടെ നിന്നൊന്നും ഊറ്റിയെടുക്കാനില്ല, അവിടെ വലിയ മൂലധനമില്ല, പട്ടിണി രാജ്യങ്ങളാണ്, ദരിദ്ര രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലേക്ക് ഈ ലോക കൂട്ടായ്മകളുടെ കണ്ണ് ഇന്നോളം എത്തിയിട്ടുണ്ടോ? ബ്രിക്സ് അത്തരം രാജ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വികസ്വരം എന്ന് വിളിച്ചിരുന്ന രാജ്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ഇതുവരെ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ബ്രിക്സിന് അതിന് മാത്രമായ പദ്ധതികളുണ്ട്. ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടർന്നത്. ഇനി വേറൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം, നിലവിലുള്ള ആഗോള രാഷ്ട്രങ്ങളുടെ സമുച്ചയങ്ങളായ സംവിധാനങ്ങളൊക്കെ മാറണം. UN കാലാനുസൃതമായി അതിൻ്റെ നയപരിപാടികൾ മാറ്റം വരുത്തണം, അംഗരാജ്യങ്ങൾ മാറ്റം വരുത്തണം, സെക്യൂരിറ്റി കൗൺസിലിലെയും ജനറൽ കൗൺസിലിലെയും അംഗത്വം കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണം. സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോഴും 1948-49 കാലത്ത് ഏതായിരുന്നോ വൻകിട രാജ്യം, ആ 5 രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അതിനകത്ത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കാണ് വീറ്റോ പവർ ഉള്ളത്. എന്നാൽ അതിനുള്ളിൽ കഴിഞ്ഞ 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം കൊണ്ട് വമ്പിച്ച മുന്നേറ്റം നടത്തിയ ലോകത്തിലെ ഈ രാജ്യങ്ങൾക്കൊന്നും അതിനകത്ത് അംഗത്വമില്ല. അതുകൊണ്ട് ഇത് കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് തന്നെയാണ് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്നത്. അത് പരിഷ്കരിക്കാത്ത കാലത്തോളം ഞങ്ങൾക്ക് മുമ്പിൽ വെല്ലുവിളികളും ഭീഷണികളും നിർദ്ദേശങ്ങളും വെക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്ന്, ലോകത്തിൻ്റെ വിപത്തുകൾക്ക് മുമ്പിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് ബ്രിക്സിലെ അംഗരാഷ്ട്രങ്ങളോടാണ്. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ബ്രിക്സ് നടത്തുന്ന പരിപാടികളെ ലോകം പിന്തുണക്കണം എന്ന് ലോകത്തോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ബ്രിക്സിനും ലോകത്തിനും വേണ്ടി ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന സവിശേഷമായ പദ്ധതികളുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, സോളാർ പദ്ധതികൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന, ഏറ്റവും നന്നായി ഈ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രാജ്യം ഞങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ലോകത്തിന് ഊർജ്ജം നിർമ്മിച്ച് നൽകാൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ബ്രിക്സ് രാജ്യങ്ങൾ അത് മാതൃകയായി സ്വീകരിക്കണം, പിന്തുണക്കണം നമ്മുടെ സോളാർ പദ്ധതികളെ. 2, ഞങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്കുകൾ. ലോകത്തിൽ എവിടെ ദുരന്തമുണ്ടായാലും അത് നമുക്ക് എല്ലാതരം ദുരന്തമുഖത്തും ഞങ്ങളത് കാണിച്ചതാണ്. ദുരന്തങ്ങൾ നിവാരണം ചെയ്യുന്നതിൽ എല്ലാതരം ദുരന്തങ്ങളും അനുഭവിക്കുകയും എന്നാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ അത്തരം പദ്ധതികളെയും നിങ്ങൾ പിന്തുണക്കണം. 2, മൂന്നാമത്തെ ഒരു കാര്യം ബയോഫ്യൂവലാണ്. ഈ ജൈവ ഇന്ധനങ്ങൾ നിർമ്മിക്കുന്നതിൽ ലോകത്തിന് മാതൃകയാണ്. ഇത് ഉന്നയിക്കുന്ന ഏത് കാലത്താണ് നമ്മൾ ഓർക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നു, ആഗോള താപനത്തെ നേരിടുന്നു, ലോകം വലിയ പാരിസ്ഥിതികമായ വിനാശത്തിൻ്റെ വക്കത്ത് നിൽക്കുന്നു. ഈ സമയത്ത് ബയോഫ്യുവൽസിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ബയോഫ്യുവൽസിൻ്റെ രംഗത്ത് ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായ പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഞങ്ങളത് വിതരണം ചെയ്യാൻ തയ്യാറാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ഞങ്ങളെ പിന്തുണക്കണം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയ്ക്കും ലോകരാഷ്ട്ര സമുച്ചയങ്ങൾക്കും ലോകരാഷ്ട്രങ്ങളുടെ വമ്പന്മാർക്കും എതിരായി ബ്രിക്സിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വാദിച്ചുകൊണ്ട് തന്നെ ബ്രിക്സ് അംഗരാജ്യങ്ങളോട് ഇന്ത്യക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന വളരെ സമർത്ഥവും വളരെ ശാസ്ത്രീയവുമായ ഒരു സംവിധാനമാണ് ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി സ്വീകരിച്ചത്. വിദേശകാര്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ രാഷ്ട്ര നേതാക്കളും 5 രാഷ്ട്ര നേതാക്കളും എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുഖം ഏറ്റവും ഈ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ, വലിയ വെല്ലുവിളികൾ അമേരിക്കയിൽ നിന്ന് ഉയരുന്ന ഘട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന വലിയ ലോക മുന്നേറ്റത്തിൻ്റെ തെളിവായിരുന്നു ഇന്നലത്തെ യോഗം. തീർച്ചയായിട്ടും നമ്മുടെ വിദേശകാര്യമന്ത്രിയെയും അദ്ദേഹത്തെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനുവേണ്ടി നിയോഗിച്ച പ്രധാനമന്ത്രിയെയും നമുക്ക് ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാം.